ഹലോ! 2ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സെൽവീസ് ലിറ്റിൽ കിഡ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ മലയാളം ഒന്നാമത്തെ പാഠം മഴയോ മഴ, മഴയോ മഴ. എന്താ പാഠത്തിൻ്റെ പേര്? മഴയോ മഴ, മഴയോ മഴ. നോക്കാം. ആഹാ, നോക്കിക്കേ, കുറേ പിള്ളേർ മഴ പെയ്യുന്ന സമയത്ത് ഡാൻസ് കളിക്കുവാണോ ചാടുവാണോ എന്തൊക്കെയോ ചെയ്യുന്നു അല്ലേ? അപ്പം ഈ കുട്ടികളെ പറ്റിയിട്ട് ഒരു ചെറിയ പാട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് വായിക്കണം, പാടണം, ഡാൻസ് കളിക്കണം. ഓക്കേ? ഒന്നുകൂടെ പറയാം. പാഠത്തിൻ്റെ പേര് മഴയോ മഴ, മഴയോ മഴ. നോക്കിക്കോ. ആദ്യം നമുക്ക് വായിക്കാൻ പഠിക്കാം, എന്നിട്ട് പാടാൻ പഠിക്കാം. ഓക്കെ. നോക്കിക്കോ. മഴ, മഴ, മഴ. ഓക്കെ, മഴ. പെയ്യണ്. മഴ, മഴ, മഴ പെയ്യണ്. മഴ, മഴ, മഴ പെയ്യണ്. മഴ, മഴ, മഴ പെയ്യണ്. ഓക്കെ ആയല്ലോ? 2ാമത്തെ ലൈന്. പുഴ, പുഴ, പുഴ നിറയണ്. പുഴ, പുഴ, പുഴ നിറയണ്. പുഴ, പുഴ, പുഴ നിറയണ്. മഴ, മഴയത്ത്, മഴ, മഴയത്ത്, മഴ, മഴയത്ത് നനയണ്. മഴ, മഴയത്ത് നനയണ്. കുടയില്ലാത്ത കുട്ടിയോള്. കുടയില്ലാത്ത കുട്ടിയോള്. ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കണം കേട്ടോ. കുടയില്ലാത്ത കുട്ടിയോള്. ഒന്നുകൂടെ വായിക്കാം. മഴ, മഴ, മഴ പെയ്യണ്. പുഴ, പുഴ, പുഴ നിറയണ്. മഴ, മഴയത്ത് നനയണ്. കുടയില്ലാത്ത കുട്ടിയോള്. വായിക്കാൻ പഠിച്ചല്ലോ? വായിക്കാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിത് പാടാൻ പഠിക്കാം. ഓക്കെ. മഴ, മഴ, മഴ പെയ്യണ്. പുഴ, പുഴ, പുഴ നിറയണ്. മഴ, മഴയത്ത് നനയണ്. കുടയില്ലാത്ത കുട്ടിയോള്. ഒന്നോടെ. മഴ, മഴ, മഴ പെയ്യണ്. പുഴ, പുഴ, പുഴ നിറയണ്. മഴ, മഴയത്ത് നനയണ്. കുടയില്ലാത്ത കുട്ടിയോള്. ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടെ പാടാം. മഴ, മഴ, മഴ പെയ്യണ്. പുഴ, പുഴ, പുഴ നിറയണ്. മഴ, മഴയത്ത് നനയണ്. കുടയില്ലാത്ത കുട്ടിയോള്. സോ നല്ലൊരു പാട്ടാണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്. 1ാമത്തെ സ്റ്റാൻസ നമ്മൾ വായിക്കാനും പഠിച്ചു, പാടാനും പഠിച്ചു. ഇനി അടുത്തത് നോക്കാം. അടുത്തത് വായിക്കാൻ പഠിക്കണം. മഞ്ഞ്, മഞ്ഞ് പെയ്യണ്. മഞ്ഞ്, മഞ്ഞ് പെയ്യണ്. മഞ്ഞ്, മഞ്ഞ് പെയ്യണ്. മണ്ണ്, മണ്ണ് കുളിരണ്. മണ്ണ്, മണ്ണ് കുളിരണ്. ഓക്കെ. മഞ്ഞ്, മഞ്ഞ് പെയ്യണ്. മണ്ണ്, മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത്, മഞ്ഞു മഞ്ഞത്ത്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്.
പുതപ്പില്ലാത്ത പുതപ്പില്ലാത്ത കുട്ടിയോള്. പുതപ്പില്ലാത്ത പുതപ്പില്ലാത്ത വള്ളിയും പുള്ളിയൊക്കെ നോക്കി വായിക്കണം കേട്ടോ. പുതപ്പില്ലാത്ത പുതപ്പില്ലാത്ത കുട്ടിയോള് കുട്ടിയോള്. ഓക്കെ. മഞ്ഞു മഞ്ഞ് പെയ്യണ്. മണ്ണ് മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. ഒന്നുകൂടെ വായിക്കാം. ടീച്ചറിൻ്റെ കൂടെ വായിക്കണേ. ടീച്ചറിൻ്റെ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് കൂടെ തന്നെ തൊട്ട് വായിക്കണം. മഞ്ഞ് മഞ്ഞ് പെയ്യണ്. മണ്ണ് മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. ഓക്കെ. ഇനി നമുക്കിത് പാടാൻ പഠിക്കാം. അതിനു മുമ്പ് ടീച്ചർ ഇതൊന്ന് വായിച്ചോട്ടെ, അല്ലെങ്കിൽ എല്ലാം വൃത്തിയിടാം. സോ തെറ്റിക്കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ ഇറേസ് ചെയ്യണം. പാടാം. മഞ്ഞു മഞ്ഞ് പെയ്യണ്. മണ്ണ് മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. മഞ്ഞു മഞ്ഞ് പെയ്യണ്. മണ്ണ് മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് മഞ്ഞ് പെയ്യണ്. മണ്ണ് മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. ഓക്കെ. മഞ്ഞ് മഞ്ഞ് പെയ്യണ്. മണ്ണ് മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. അടുത്തത് നമ്മുടെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? മഴയോ മഴ. ഭയങ്കര മഴയാണ്. മഴയോ മഴയാണ്. മഴ പെയ്യണ്. മഴ പെയ്യുന്നതിനനുസരിച്ച് പുഴ അതിനനുസരിച്ച് നിറയുവാണ്. ഈ നല്ല മഴയുള്ള സമയത്ത് ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുടയില്ലാത്ത കുട്ടികളൊക്കെ നനയുകയാണ്. മഴ പെയ്യണ്. പുഴ നിറയണ്. മഴയത്ത് നനയണ്. കുടയില്ലാത്ത കുട്ടിയോള്. മഴ മാത്രമല്ല, മഴയുടെ കൂടെ നല്ല മഞ്ഞും പെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ മണ്ണ് ഉണങ്ങിക്കിടന്ന നമ്മുടെ മണ്ണും കുളിരുന്നുണ്ട്. ഈ നല്ല മഞ്ഞത്ത് നല്ല തണുപ്പുണ്ട്. പുതപ്പില്ലെങ്കിലോ നന്നായിട്ട് തണുക്കും ഇല്ലേ? പുതപ്പില്ലെങ്കിൽ നന്നായിട്ട് തണുക്കും. മഞ്ഞു പെയ്യണ്. മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള്. മഞ്ഞു പെയ്യണ്. മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള്. അങ്ങനെ മഴയോ മഴ എന്ന പാട്ട് നമ്മൾ പഠിച്ചു. നല്ല മഴ സമയത്ത് കുട്ടികളൊക്കെ കിടന്നിട്ട് മഴയത്ത് ഡാൻസ് കളിക്കുകയോ തുള്ളിച്ചാടുവോ എന്തൊക്കെയോ ചെയ്യുകയാണ്. അപ്പം അവരെ പറ്റിയുള്ളൊരു പാട്ടാണ് മഴയോ മഴ അല്ലേ? മഴ പെയ്യണ്. പുഴ നിറയണ്. മഴയത്ത് നനയണ്. കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞു പെയ്യണ്. മണ്ണ് കുളിരണ്. മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്. പുതപ്പില്ലാത്ത കുട്ടിയോള്. നോക്കിക്കേ, ഈ കുട്ടികൾക്ക് നല്ലൊരു പണി കൊടുത്താലോ നമുക്ക്?
ഈ മഴയത്ത് ഈ എന്തോരം മഴയാ, ഈ മഴയത്ത് ഇങ്ങനെ കിടന്ന് ചാടിയാൽ പനി വരില്ലേ? അപ്പം ഇവർക്ക് വേണ്ടി നമുക്ക് ഒരു കുട വരച്ച് കൊടുക്കണം. എത്ര കുട്ടികളുണ്ട് ഇതിനകത്ത്? 1 2 3 4 5 6 കുട്ടികളുണ്ട്. 6 പേർക്കും കൂടി വലിയൊരു കുട വരച്ച് കൊടുക്കണം. ഓക്കെ, അപ്പം ഇവർക്ക് മഴ നനയത്തില്ല, ഇവർക്ക് പനി വരില്ല. അപ്പം കുട വരച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾ കൊടുക്കണേ, ഒരു കുട വരച്ച് കൊടുക്കണം. ഇനി നോക്കിക്കോ, ഉത്തരം കണ്ടെത്താം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഉത്തരം എന്താ? കുട. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഉത്തരം കുട. അടുത്തത്, പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാൻ പരീക്ഷണം ചെയ്യാം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് എന്ത് ചെയ്യണം? ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കണം. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി, കുപ്പിയുടെ മുകൾ ഭാഗം അറിയാമല്ലോ, അറിയാം. അതിൻ്റെ ഒരു ഭാഗത്ത്, ഒരു സൈഡിൽ, ഒരു വശത്ത് മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കണം. ഇനി ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് കുറേ കുഞ്ഞു സുഷിരങ്ങൾ ഉണ്ടാക്കണം. അതുമാത്രമല്ല, ആ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു സൈഡിലായിട്ട്, ഒരു വശത്തായിട്ട് ഒരു സുഷിരം കൂടി ഉണ്ടാക്കണം. എന്ത് വെച്ചാൽ സുഷിരം ഉണ്ടാക്കുന്നത്? വല്ല പിന്നോ മുട്ടുസൂചിയോ ആണിയോ എന്തെങ്കിലും വെച്ച് സുഷിരം ഉണ്ടാക്കണം. എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുക്കണം. എന്നിട്ടോ ആ കുപ്പി മുഴുവനായിട്ടും ആ ബക്കറ്റിലേക്ക് താഴ്ത്തി വെക്കണം. താഴ്ത്തി വെച്ചിട്ട് ആ കുപ്പിയിൽ വെള്ളം നിറയ്ക്കണം. കുപ്പി ഭദ്രമായി അടയ്ക്കുക. കുപ്പി എന്നിട്ട് എന്ത് ചെയ്യണം? ഭദ്രമായിട്ട് അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക. എന്ത് ചെയ്യണം? നമ്മൾ ആ മുകളിൽ ഒരു സുഷിരം ഉണ്ടാക്കിയല്ലോ, ആ സുഷിരത്തിൽ നമ്മുടെ വിരൽ വെച്ച് അമർത്തിയിട്ട് കുപ്പി ഉയർത്തണം. ആ ബക്കറ്റിലെ വെള്ളത്തിൽ നിന്നും ഉയർത്തണം. എന്നിട്ടോ, പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. ഓക്കെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റണം. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? ടീച്ചർ പറഞ്ഞു തരാം, എങ്കിലും നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കണം. ഓക്കെ, നോക്കിക്കേ, പിക്ചർ നോക്കി. ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി, നമ്മുടെ ഒരു ബക്കറ്റിലെ വെള്ളം, പിന്നെ കുപ്പി. മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ കുപ്പിയുടെ മുകളിലുള്ള സുഷിരത്തിൽ നിന്നും വിരൽ മാറ്റുന്ന സമയത്ത് കുപ്പിയുടെ അടിഭാഗത്തു കൂടി മഴ പെയ്യുന്നത് പോലെ വെള്ളം വരുന്നത് കാണാം. ഓക്കെ, ഇനി
ഇനി നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സുഷിരം അടയ്ക്കുന്ന ഈ ഒരു സുഷിരം വിരൽ കൊണ്ട് അടയ്ക്കുന്ന സമയത്ത് ഈ മഴ നിൽക്കും. ഓക്കെ. പിന്നീട് കുപ്പിയുടെ അടിഭാഗത്ത് നിന്ന് വെള്ളം വരില്ല. ഓക്കെ. അപ്പം നമ്മൾ എന്തൊക്കെ കണ്ടു? മഴ പെയ്യുന്നത് കണ്ടു, മഴ നിൽക്കുന്നതും കണ്ടു. എന്തൊക്കെ കണ്ടു? മഴ പെയ്യുന്നത് കണ്ടു. മഴ പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്യുന്നതും കണ്ടു. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സുഷിരം അടച്ചപ്പോൾ മഴ നിൽക്കുന്നതും കണ്ടു. ഞാൻ കണ്ടത് മഴ പെയ്യുന്നതും കണ്ടു, മഴ നിൽക്കുന്നതും കണ്ടു. മഴ പെയ്യുന്നതും കണ്ടു, മഴ നിൽക്കുന്നതും. അടുത്തത് പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം? പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്ലാസ്റ്റിക് കുപ്പി, പിന്നെയോ ഒരു ബക്കറ്റ് വെള്ളം. ഒരു പ്ലാസ്റ്റിക് കുപ്പി കണ്ടു, ഒരു ബക്കറ്റ് വെള്ളം കണ്ടു. കൂടെ വല്ല മുട്ടുസൂചിയോ ആണിയോ അങ്ങനെ എന്തെങ്കിലും കൂടി എഴുതാം. ഓക്കെ. എന്തൊക്കെ സാധനങ്ങളാണ് പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്? പ്ലാസ്റ്റിക് കുപ്പി, ഒരു ബക്കറ്റ് വെള്ളം. ഓക്കെ. ഇനി നമുക്ക് ആ പാട്ട് ഒന്നുകൂടെ പാടാം. നല്ല പാട്ടാണ്. എന്തായിരുന്നു പാട്ടിൻ്റെ പേര്? മഴയോ മഴ, മഴയോ മഴ. മഴ പെയ്യണ്, പുഴ നിറയണ്, മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്, മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്. നല്ല രസമുണ്ട് ഈ പാട്ട്. ടീച്ചറിന് പാടിയിട്ടും മതിയാവുന്നില്ല. നിങ്ങളും കുറേ പ്രാവശ്യം പാടണം, പാടി ഡാൻസ് കളിക്കണം. സോ ടീച്ചർ നിർത്തുവാണ്. താങ്ക് യു.